ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കറണ്ട് അഫെയർ പത്തെണ്ണം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ ഇന്നത്തെ കറണ്ട് അഫെയർ നമ്മൾ പഠിക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ ഇനി സമയം വേസ്റ്റ് ചെയ്യാനില്ല. ആവശ്യമില്ലാത്ത അതും ഇതും കണ്ട് മോട്ടിവേഷണൽ ചാനലുകളൊക്കെ കണ്ട് കുറെ ആളുകൾ ഇരിക്കുന്നുണ്ടാവും. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ലക്ഷ്യം ഫിക്സ് ചെയ്യുക. അതിനു വേണ്ടി നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുൾ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇനി അപ്ലോഡ് ചെയ്യും വീക്ക്ലി വൺസ്. അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കാം. മാത്രല്ല, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുതേ. ഞാൻ ഇതുവരെ ആരെടുത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ന് ആദ്യമായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നി. ഓക്കെ, അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതാ പോവാണ്. ഫസ്റ്റ് കറണ്ട് അഫെയറിലേക്ക് പോവാട്ടോ. നമ്മൾ ഇന്നത്തെ ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം, ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത്? കോഴിക്കോടാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തേതാണ്. സെക്കൻഡ് വൺ, ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് ആടുജീവിതം എന്ന് എല്ലാവർക്കും അറിയാം. എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ബ്ലസ്സി ആണ് കേട്ടാ. അറിയുന്നുണ്ടാവും, എന്നാലും ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഓർത്തു വെക്കുക. ബ്ലസ്സി ആയിരുന്നു ആടുജീവിതത്തിന്റെ സംവിധായകൻ. നജീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആളെ ആരും മറന്നിട്ടുണ്ടാവില്ല, പൃഥ്വിരാജാണ്. ഓക്കെ, അപ്പൊ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറക്കിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബ്ലസ്സി. ഓക്കെ, നജീബാണ് പൃഥ്വിരാജിന്റെ. നജീബ് എന്ന കഥാപാത്രം ചെയ്ത അത് ആരായിരുന്നു? പൃഥ്വിരാജായിരുന്നു. തേർഡ് വൺ, അദൃശ്യജാലകങ്ങൾ. അദൃശ്യജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു. അദൃശ്യജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു. ഓക്കെ, നെക്സ്റ്റ്, 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായിരുന്നു ലൈം. രോഗത്തിന് കാരണമായ ബാക്ടീരിയ ബൊറേലിയസ് ബർഗ് ഡോർഫറി. എന്താണ്? ബൊറേലിയസ് ബർഗ് ഡോർഫറി എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ് 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ. പഠിച്ചു വെക്കണം കേട്ടോ, കാരണം ബാക്ടീരിയകളും രോഗികളും രോഗകാരണങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. നെക്സ്റ്റ്, ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഏതാണ്? ഓർഡർ എന്നാണ് ആ പോർട്ടലിന്റെ പേര്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് കേട്ടോ ഈ പോർട്ടൽ അവതരിപ്പിച്ച. എന്താണ് ആ പോർട്ടൽ? ഓർഡർ. ഏതാണ്? ഓർഡർ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം. ഏതാണ് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം? ആലോചിച്ച് നോക്കുക. തളിപ്പറമ്പാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. ഇടം, അതായത് എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്. അതായത് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരത മണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തളിപ്പറമ്പാണ്. ഈ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആ പദ്ധതിയാണ് ഇടം, അതായത് എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ. അതാണ് ആ പദ്ധതി. ആ പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്. നെക്സ്റ്റ്, മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം.
നെക്സ്റ്റ് വൺ, മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ 91 കേട്ടോ. മലയാളിയായിട്ടുള്ള മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഏതാന്ന് ചോദിച്ചാൽ ഫ്ലൈ 91 എന്ന് കിട്ടണം. നെക്സ്റ്റ്, ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. വെരി വെരി ഇമ്പോർട്ടന്റ്. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. നെക്സ്റ്റ്, 10th വൺ, ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം കവിയും കഥാകൃത്തുമായ സജിത അനിലിനാണ് കിട്ടിയത്. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം കവിയും കഥാകൃത്തുമായ സജിത അനിലിന്. അപ്പൊ 10 നമ്മൾ ഇന്നും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഞാനിത് വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.